മുൻപ് അത് അരൂർ തുറവൂർ ദേശീയപാതയിൽ യാത്രാ ദുരിതം രൂക്ഷമായിരിക്കുന്നുവെന്ന് പറയുന്നു അഞ്ജലി. മാസങ്ങളായുള്ള ഗതാഗത കുരുക്കിന് ഇതുവരെ പരിഹാരം കാണാനായിട്ടില്ല. ഉയരപ്പാത നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി അവശേഷിക്കുന്ന ഭാഗത്തെ കുഴികൾ കാരണം പൊറുതിമുട്ടുകയാണ് ജനം. മഴ കൂടി എത്തിയതോടെ തോട് പോലായ റോഡിലൂടെ പോകാൻ മണിക്കൂറുകൾ വേണം. അഞ്ജലി ശ്രീതാരാജ് നമുക്കൊപ്പം ചേരുന്നു കുഴിയായി കിടക്കുന്ന വഴിയിൽ നിന്നും. അഞ്ജലി, കുഴിയെണ്ണി പോവുകയായിരുന്നു നമ്മുടെ അർജുൻ കല്യാട്. നേരത്തെ അരൂർ തുറവൂർ പാതയിലേക്ക് നമ്മുടെ അഖിലശ്രീ പോയപ്പോൾ അവിടെ മുഴുവൻ വെള്ളത്തിലും ചെളിയിലും ചവിട്ടി ആളുകൾ പോകുന്ന കാഴ്ചയായിരുന്നു. ഉടനെ തന്നെ ഈ പണിയൊക്കെ പൂർത്തിയാക്കും, എല്ലാ പ്രശ്നവും പരിഹരിക്കുമെന്നൊക്കെ അധികൃതർ പറയുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും ആയോ? സുജയ, അരൂർ തുറവൂർ ഭാഗത്ത് പണി പൂർത്തിയായിട്ടില്ല. ഇപ്പോഴും ഇവിടെ പണി നടക്കുകയാണ്. പണി നടക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇരുവശങ്ങളിലുമായിട്ടായിരുന്നു ഇതിനു മുമ്പ് വാഹനങ്ങൾ കടത്തിവിട്ടിരുന്നത്. എന്നാൽ ഇന്ന് ഇപ്പോൾ ഇപ്പുറത്തെ ഭാഗത്ത് റോഡിന്റെ വീതി കൂട്ടുന്നതിന്റെ ഭാഗമായി ഇപ്പോൾ നടുവിലൂടെയാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. വലിയ ഗതാഗത കുരുക്കാണ് ഈ സ്ഥലത്ത് അനുഭവപ്പെടുന്നത്. ഈ അരൂർ ഭാഗത്ത് നിന്നും വാഹനങ്ങൾ തിരിച്ച് വിടുന്നൊരു സാഹചര്യമാണ്. കാരണം ബ്ലോക്ക് കൂടുന്നതും കുഴികളിലൂടെ ആളുകൾക്ക് പോകുമ്പോൾ അപകടമുണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നതിന് തന്നെ യാത്ര അരൂർ ഭാഗത്ത് നിന്നും തിരിച്ചുവിടുന്നു. അത് തന്നെ വലിയ രീതിയിലുള്ള ഉൾ റോഡുകളിലൂടെയാണ് ഇപ്പോൾ ഗതാഗതം ആക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ഭാഗങ്ങളിൽ, അതായത് ഇപ്പോൾ തുറവൂർ ഭാഗത്ത് വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കാണ്. ഒരുപാട് നേരം, മണിക്കൂറുകൾ വാഹനങ്ങൾ ഇവിടെ നിർത്തിയിട്ടിട്ട് വേണം ഇവിടെ നിന്നും അവർക്ക് ഉദ്ദേശ സ്ഥലങ്ങളിലേക്ക് പോകാനായിട്ട്. ഇരുവശങ്ങളിലൂടെ കാൽനടയായി നടന്നു പോകുന്ന യാത്രക്കാർക്ക് ഇപ്പോൾ മഴ കുറവുള്ളത് കൊണ്ടാണ്. എന്നാൽ മഴ നന്നായിരിക്കുന്ന സമയത്ത് വലിയ ദുരിതമാണ്. ഈ ചളിയിലൂടെ പോകുക എന്നുള്ളത് ഈ കുട്ടികൾക്കും ഈ ഓഫീസുകളിലൊക്കെ യാത്ര ചെയ്യുന്നവർക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത്. ഒരുപാട് നേരം ഈ ബ്ലോക്കിൽ നിന്ന് ശ്വാസം മുട്ടി വേണം ആളുകൾക്ക് പോകാൻ. പ്രദേശവാസികളെല്ലാം വലിയ ദുരിതത്തിലാണ്. അവർക്കിപ്പോൾ ഒരുപാട് ചില സമയത്ത് വാഹനങ്ങൾ ഇതിലെ കൂടുതൽ ബ്ലോക്ക് ഉണ്ടാകുന്നതിനാൽ വിടാതെ തിരിച്ച് മറ്റൊരു ഭാഗത്തൂടെയാണ് വിടുന്നത്. എന്നാൽ പ്രദേശവാസികൾക്ക് ഈ വഴിയല്ലാതെ അവരുടെ വീടുകളിലേക്കോ അവർക്ക് ഇവിടുന്ന് പുറത്തേക്കോ പോകാൻ കഴിയില്ല. അതിനാൽ തന്നെ ഇവിടെയുള്ള, അതായത് ഇപ്പോൾ റോഡ് പണി നടക്കുന്നതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പുകയും മണ്ണും ഇതെല്ലാം ശ്വസിച്ചാണ് ഇവർ ഇവിടുന്ന് പുറത്തേക്ക് പോകുന്നത്. വലിയ രീതിയിലാണ് ഈ നാട്ടിലുള്ള ജനങ്ങളും, അതായത് ഈ അരൂർ തുറവൂർ ദേശീയപാതയിലൂടെ പോകുന്ന ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്നത്. സുജയ, ഓക്കെ, അഞ്ജലിയാണ് അരൂർ തുറവൂർ പാതയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. നേരത്തെ നമ്മൾ പോയപ്പോൾ കണ്ട കാഴ്ചകളും പ്രേക്ഷകരെ കാണിച്ചു തന്നതാണ്. മണിക്കൂറുകൾ എടുക്കും 12 കിലോമീറ്റർ ദൂരം ഒന്ന് കടന്നു കിട്ടാൻ. ഇപ്പോഴും ആ അവസ്ഥയ്ക്ക് വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. കുറെ ആളുകളൊക്കെ ചോദിക്കുന്നുണ്ട്, ഇവിടുത്തെ കാര്യങ്ങൾ മാത്രമാണോ പറയുന്നതെന്ന്. ഇവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞു പോകണ്ടേ?